എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചയുടെ ഹീറോ വേഴ്സിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ വീണ്ടും പറയുക തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ നമ്മുടെ ന്യൂസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹീറോ വേഴ്സും അതുകൂടാതെ തന്നെ സിനിവേഴ്സും. സിനിവേഴ്സ് കുറച്ചും കൂടി കൂടുതൽ ജനറൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഹോളിവുഡ് മൂവി TV സീരീസിന്റെ കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ ആ ഒരു ന്യൂസിനകത്ത് പങ്കുവെക്കുന്നത്. ആൻഡ് ഹീറോ വേഴ്സിൽ കുറച്ചും കൂടി കൂടുതൽ കോമിക് ബുക്കിന്റെ കാര്യങ്ങൾ, സൂപ്പർ ഹീറോ, DC, മാർവൽ കാര്യങ്ങളാണ് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ ആഴ്ചയുടെ നമ്മുടെ സിനിവേഴ്സിന്റെ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഈ ആഴ്ചയുടെ നമ്മുടെ ആദ്യത്തെ ഹീറോ വേഴ്സിന്റെ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പൊ നമുക്ക് തുടങ്ങി. സോ ആദ്യം തന്നെ നമുക്ക് നേരെ നമ്മുടെ പഴയ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിനകത്ത് ഫ്ലാഷിന്റെ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടായിരുന്ന എസ്ര മില്ലറിന്റെ ഒരു വലിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമുക്ക് നോക്കാം. കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, കുറെ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കുറെ അധികം സെക്ഷൽ അസൾട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിനൊക്കെ കുറെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇതിനകത്തൊക്കെ സത്യം പറഞ്ഞാൽ വിറ്റ്നസിന്റെ ആ ഒരു ഇത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ആ ഒരു കേസ് കാര്യങ്ങളെല്ലാം പിൻവലിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇപ്പൊ കറന്റ്ലി എസ്ര മില്ലറിനെതിരായിട്ടുള്ള കേസ് കാര്യങ്ങളൊന്നുമില്ല. കാരണം അവരുടെ ഭാഗത്ത് തെളിവില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കണം നമ്മുടെ മലയാള ഇൻഡസ്ട്രി നിന്ന് കത്തുവാണ് ഹേമ കമ്മിറ്റി. സോ ഇതൊക്കെ നമ്മുടെ മലയാള ഇൻഡസ്ട്രി കണ്ടുപിടിക്കണം. കാരണം എല്ലാത്തിനും കേസ് ഇല്ലെങ്കിൽ അവർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഭയങ്കര മിടുക്കന്മാർ തന്നെയാണ്. സോ ഈ അടുത്തിടയ്ക്ക് നമുക്ക് ഏലിയൻ ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഏലിയൻ റോമുലസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ബോക്സ് ഓഫീസിൽ ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു സിനിമ റെക്കോർഡെല്ലാം ബ്രേക്ക് ചെയ്ത് കാശ് വാരിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ പ്രെഡേറ്റർ ഫ്രാഞ്ചൈസി നമുക്ക് കഴിഞ്ഞിടയ്ക്ക് പ്രേ എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡാൻ ടാച്ചൻബർഗ് ആണ്. ആൻഡ് പുള്ളിക്കാരൻ ആ ഒരു സിനിമയുടെ സീക്വൽ ആയിട്ടുള്ള ബാഡ് ലാൻഡ്സിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഇത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പ്രെഡേറ്റർ പല ഡിഫറെന്റ് ടൈം ലൈനിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ പ്രേ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്ത്യൻസിന്റെ ആ ഒരു ടൈം ലൈനിൽ വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന്. ആൻഡ് ഈ സിനിമ അവർ ഉദ്ദേശിക്കുന്നത് 1719 ഈ ഒരു സിനിമ സംഭവിക്കാൻ പോണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ ആദ്യത്തെ സിനിമയിൽ കുറെ കിഡിലനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ഐക്കോണിക് ആയിട്ടുള്ള പ്രെഡേറ്റർ കിൽസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വിശ്വസിക്കാം പുള്ളിക്കാരൻ ഈ ഒരു സിനിമയും നല്ല രീതിയിൽ തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ റോമുലസ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓടുന്നത് കൊണ്ട് തന്നെ നമുക്ക് റോമുലസിൻ്റെയും അടുത്ത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും സെയിം ഡയറക്ടറിനെ വെച്ച് നമുക്കൊരു സീക്വൽ ലഭിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആമസോൺ പ്രൈമിനകത്ത് ബോയ്സിന് ശേഷം ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സീരീസ് തന്നെയായിരുന്നു ഇൻവിൻസിബിൾ. ആനിമേറ്റഡ് സീരീസ് ആയിരുന്നു. ആൻഡ് ആ ഒരു ആനിമേറ്റഡ് സീരീസിന്റെ ലൈവ് ആക്ഷൻ ഇപ്പോഴും അതിന്റെ ഷൂട്ടിങ് കാര്യങ്ങൾ ഓൺ ഗോയിങ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ കുറച്ച് നാൾ മുമ്പ് ആ ഒരു ഇത് അവർ ഡ്രോപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ല, അതിപ്പോഴും ഓൺ ഗോയിങ് ആണെന്നുള്ളൊരു ന്യൂസ് തന്നെയാണ് നമുക്കിപ്പോൾ അതിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് മാറ്റ് റീവ്സിന്റെ യൂണിവേഴ്സിൽ നിന്ന് പെൻഗ്വിന്റെ പുതിയ സീരീസ് അടുത്ത് തന്നെ റിലീസ് ചെയ്യാൻ പോകുന്നത് തന്നെയാണ്. ആൻഡ് ഒത്തിരി ആൾക്കാർക്ക് കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് ആ ഒരു സെയിം ബാറ്റ്മാന്റെ യൂണിവേഴ്സിൽ നിന്നാണല്ലോ വരുന്നത്. സോ റോബർട്ട് പാറ്റിസന്റെ ബാറ്റ്മാൻ ഉണ്ടാവും ഒരു സീരീസിൽ നിന്ന് ചോദിച്ചപ്പോൾ ഇതിന്റെ മെയിൻ ആക്ടർ ആയിട്ടുള്ള കോളിൻ ഫാരലിനെ കൺഫേം ചെയ്തിട്ടുണ്ട് ഈ സീരീസിനകത്ത് എന്താണെങ്കിലും ബാറ്റ്മാൻ ഉണ്ടാവില്ല. അത് ഭയങ്കര മോശം പരിപാടിയായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആസ് ഒരു വില്ലൻ ആണെങ്കിൽ തന്നെയും അറ്റ്ലീസ്റ്റ് പെൻഗ്വിന്റെ പെർസ്പെക്റ്റീവ് നിന്നെങ്കിലും ആക്ച്വലി ബാറ്റ്മാനെ അവർക്ക് കാണിക്കാവുന്നതായിരുന്നു. കാരണം എത്ര പേര് ഇനി ഈ ഒരു സീരീസ് ആയിട്ട് പോയി കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു സെയിം യൂണിവേഴ്സിലാണ് ഇത് ആക്ച്വലി സെറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. നമുക്ക് നോക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു നോക്കേണ്ടത് തന്നെയാണ്, സാക്ക് സ്നൈഡർ റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു ഫാൻ പുള്ളിക്കാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, താങ്കൾ ഈ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമ കണ്ടായിരുന്നു, അതിനകത്ത് ഹെൻറി കാവിൽ വൂൾവറിനെ പ്ലേ ചെയ്തതിലൂടെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. ആൻഡ് സാക്ക് സ്നൈഡർ പറഞ്ഞത് പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കര രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ആൻഡ് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഒരു ഇൻഡിവിജ്വൽ ഹെൻറി കാവിലിനെ വെച്ചിട്ട് ഒരു വൂൾവറിന്റെ സിനിമ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ ചെയ്യുമോ. ആൻഡ് സാക്ക് സ്നൈഡർ പറഞ്ഞു, ഞാൻ ഫുള്ളി ഓപ്പൺ ആണ്, അങ്ങനെ ഒരു ചാൻസ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഹെൻറി കാവിലിനെ വെച്ചൊരു വൂൾവറിന്റെ സിനിമ ചെയ്യാൻ തന്നെ. പക്ഷെ കാസ്റ്റിംഗ് ഞാൻ തന്നെ തീരുമാനിക്കും, ബാക്കി ആരൊക്കെ എവിടെയൊക്കെ വരണമെന്നുള്ളൊരു കാര്യം ചിലപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു ഡിഫറെൻറ്റ് കാസ്റ്റിനെ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സാക്കിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഐഡിയ. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സിനിമ സംഭവിക്കുന്നുള്ളൊരു കാര്യം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സിനിമ സംഭവിച്ചാൽ ഹെൻറി കാവിലിൻ്റെ ഒരു ഇൻഡിവിജ്വൽ വൂൾവറിനായിട്ടുള്ളൊരു സിനിമ വരുവാണെങ്കിൽ കാണാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ
എക്സൈറ്റഡ് ആണ്. ഈ അടുത്തിടെ റെമഡി എന്ന് പറഞ്ഞ സ്റ്റുഡിയോയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന 2 ഗെയിംസ് തന്നെയായിരുന്നു കൺട്രോളും അതുകൂടാതെ തന്നെ അലൻ വേക്കും. ആൻഡ് റീസെന്റ് നമുക്കൊരു അപ്ഡേറ്റ് അതിനെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ 2 ഗെയിമിന്റെയും ഒരു ലൈവ് ആക്ഷൻ TV സീരീസും അതുകൂടാതെ തന്നെ ഒരു സിനിമയും റെമഡിയും അതുകൂടാതെ തന്നെ അന്നപൂർണ എന്ന് പറഞ്ഞ സ്റ്റുഡിയോസും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഗെയിമിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ഗെയിം തന്നെയായിരുന്നു, കൺട്രോൾ ആണെങ്കിലും അലൻ വേക്ക് ആണെങ്കിലും തന്നെ. സോ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് നോക്കിയിരിക്കാം എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് ഈ യൂണിവേഴ്സിൽ കാണാൻ കഴിയുമെന്നുള്ളൊരു സംഭവം തന്നെ. ഇനി നമുക്ക് നേരെ നമ്മുടെ മാർവലിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടുള്ള ഫെന്റാസ്റ്റിക് ഫോറിലേക്ക് നമുക്ക് നോക്കാം. റീസെൻ്റ്ലി അതിനകത്തുള്ള മെയിൻ കാസ്റ്റിനകത്തുള്ള ദ തിങ്ങിൻ്റെ ഒരു ഫോട്ടോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഫോട്ടോയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തിങ്ങിന് കുറച്ചും കൂടി കൂടുതൽ അവർ പ്രാക്ടിക്കൽ എഫക്ട്സും മേക്കപ്പും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവർ ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിലും കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു അനാവശ്യമായിട്ട് കൂടുതൽ CGയും VFX ഒരു സിനിമയ്ക്കകത്ത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചും കൂടി കൂടുതൽ അവർ പ്രാക്ടിക്കൽ എഫക്ട്സും മേക്കപ്പിലും ആണ് അവർ ചെയ്യാൻ പോണെന്നുള്ളൊരു കാര്യം. അത് ഏകദേശം ഈ ഒരു ലീക്ഡ് ഇമേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്നാലും ആ ക്യാരക്ടർ കുറച്ചും കൂടി ലൈഫിലേക്ക് വരണമെങ്കിൽ എന്താണെങ്കിലും വിഷ്വൽ എഫക്റ്റും CGയും കൊണ്ടുവന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഇല്ലെങ്കിൽ അവർ ഗലാക്ടസിനൊക്കെ എങ്ങനെ അവർ സത്യം പറഞ്ഞാൽ പ്രാക്ടിക്കൽ എഫക്ട്സ് കാണിക്കും? അതൊക്കെ CGI മാത്രമേ അവർക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഫസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതാണ്. സോ ഇനി നമുക്ക് തണ്ടർ ബോൾട്സിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് മാർവൽ പ്രതീക്ഷിക്കുന്നത് ഇത് DCയുടെ സൂയിസൈഡ് സ്ക്വാഡിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് മാർവൽ പറയുന്നത്. യെസ്, ഇത് സിമിലാരിറ്റി ഉണ്ട്. DCയുടെ സൂയിസൈഡ് സ്ക്വാഡ് പോലെ തന്നെ മാർവലിന്റെ സൂയിസൈഡ് സ്ക്വാഡാണ് നമുക്ക് തണ്ടർ ബോൾട്സിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ മാർവൽ പറയുന്നത് ഇത് നമ്മൾ സൂയിസൈഡ് സ്ക്വാഡ് കണ്ടതിനേക്കാളും കിഡിലനായിട്ടുള്ളൊരു അപ്രോച്ച് ആയിരിക്കും അവർ തണ്ടർ ബോൾട്സിൽ കൂടി ചെയ്യുന്നത്. ആൻഡ് ഇതൊരു ബെറ്റർ വേർഷൻ ഓഫ് സൂയിസൈഡ് സ്ക്വാഡ് ആണെന്നാണ് മാർവലിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അവകാശവാദം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ പൊന്നോ, സൂയിസൈഡ് സ്ക്വാഡ് പോലെ ആകാതിരുന്നാൽ മതിയായിരുന്നു. ബെറ്റർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ബെറ്റർ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അത്രേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഇനി നമ്മൾ നേരെ വിഷൻ ക്വസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. വിഷൻ ക്വസ്റ്റ് കറൻ്റ്ലി ഓൺ ഗോയിങ് തന്നെയാണ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ആക്ച്വലി അൾട്രോണും അതുകൂടാതെ നമ്മുടെ ഓരോരുത്തരുടെയും ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള വാൻഡേം തിരിച്ചു വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം. പക്ഷേ ചെറിയൊരു അപ്ഡേറ്റ് നമുക്ക് വിഷൻ ക്വസ്റ്റിനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വാൻഡിനകത്ത് തിരിച്ചു വരുവാണെങ്കിൽ തന്നെ സ്കാർലറ്റ് വിച്ച് ആയിട്ടായിരിക്കില്ല തിരിച്ചു വരുന്നത്. അതായതെന്ന് പറഞ്ഞാൽ വിഷന്റെ ഭാര്യയായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ്. അതൊന്നും നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, വെസ്റ്റ് കോസ്റ്റ് അവഞ്ചേഴ്സിൻ്റെ സ്റ്റോറി ലൈൻ ആയിരിക്കും അവരൊരു ഇതിൽ കൂടി ഫോളോ ചെയ്യാൻ പോണേന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ത് ആയിക്കോട്ടെ, എലിസബത്ത് ഓൾസൺ തിരിച്ചു വന്നാൽ മതി, അത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇനി നമുക്ക് ഡെഡ്പൂൾ 3നെ കുറിച്ച് കുറച്ച് അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സിനിവേഴ്സ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാംബെറ്റിൻ്റെ ആ ഒരു ഡിലീറ്റഡ് സീൻസിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഇത്തവണ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കസാൻഡ്ര നോവയെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ഒറിജിനൽ സ്ക്രിപ്റ്റ് പ്രകാരം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ചാൾസ് എക്സേവിയർ കാരണമാണ് കസാൻഡ്ര നോവ ഈ ഒരു വോയിഡിനകത്ത് വന്നു പെട്ടത്. ആൻഡ് പുള്ളിക്കാരിയുടെ ബ്രദറിനോടുള്ള ഒരു ആങ്കറാണ് പുള്ളിക്കാരിക്ക് മൊത്തം ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അതിനുശേഷം പുള്ളിക്കാരി TV അടുത്ത് പോകുന്നു, TV അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷേ നമുക്ക് ആ ഒരു പ്ലോട്ട് ലൈൻ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ മോട്ടിവേഷന് കസാൻഡ്ര നോവയ്ക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഫിലിമിനകത്ത് അങ്ങനെ ഒരു ഇതല്ല നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചെറിയൊരു റെഫറൻസ് മാത്രമേ നമുക്ക് ചാൾസ് എക്സേവിയറിനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇത് ആക്ച്വലി ഡിലീറ്റഡ് സീൻ അല്ല, ഇത് സത്യം പറഞ്ഞ ഒരു പ്ലോട്ടാണ്. അവർ ആദ്യം സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് ഇതായിരുന്നു അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് തന്നെയായിരുന്നു കുറച്ചും കൂടി ഒരു ആപ്റ്റ് ആയിട്ടുണ്ടായിരുന്ന സ്ക്രിപ്റ്റ് എന്നാണ് ഇത് ഈ ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സോണിയുടെ ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. സോണിയുടെ കുറേ വലിയ ഹ്യൂജ് ന്യൂസുകൾ നമുക്ക് എന്താണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സോണിയുടെ ആ ഒരു സോണി സ്പൈഡർ വേഴ്സിലേക്ക് നോക്കിയാൽ 2 സിനിമകളാണ് കറൻ്റ്ലി പൈപ്പ് ലൈനിലുള്ളത്. ഒന്ന് വെനം 3യും പിന്നെ രണ്ടാമത്തെ ക്രേവൻ ദ ഹണ്ടറും. ആൻഡ് പിന്നെ സ്പൈഡർവേഴ്സ് ഇൻടു ദ സ്പൈഡർവേഴ്സ് അതിൻ്റെ സീക്വൽ വരുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് ഈ ഒരു ടൈം ലൈനിൽ നിങ്ങൾ കൂട്ടേണ്ട അതൊരു നല്ല സിനിമയാണ്. സോണി ആ കൂടി ചെയ്തിട്ടുള്ള സ്പൈഡർമാൻ ഫ്രാഞ്ചൈസി വെച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ സ്പൈഡർ നോയറിൻ്റെ കൂടി ഒരു പ്രൊജക്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള സോണി ഇതിൻ്റെ പുതിയ കോൺട്രാക്ട്സ് ഒന്നും, അതായത് സ്പൈഡർമാൻ്റെ പുതിയ കോൺട്രാക്ട്സ് ഒന്നും റിന്യൂ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താണ് ആസ് ഒരു ഫാൻസ് എന്നുള്ള രീതിയിൽ സന്തോഷിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ ഇറങ്ങിയ സിനിമകളെല്ലാം ബോംബായത് കൊണ്ട് തന്നെ മിക്കവാറും സോണി ഈ ഒരു സ്പൈഡർ വേഴ്സ് നിർത്തുവാന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ലൈസൻസ് എക്സ്ക്ലൂസീവ്ലി മാർവലിന് കൊടുക്കുവാന്ന് നിങ്ങൾ വിചാരിച്ചു.
എന്താണ് നമുക്കതിൽ ലഭിക്കാൻ പോണേ? ബെറ്റർ സിനിമ. കൂടുതൽ സ്പൈഡർമാൻ്റെ വില്ലന്മാരെ നമുക്ക് സ്പൈഡർമാൻ്റെ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. ആൻഡ് സോണിയുടെ ഭാഗത്തു നിന്നുള്ള ഇതേപോലത്തെ ട്രാഷ് ആയിട്ടുള്ള ഇതേപോലത്തെ കൂതറ സിനിമകളൊന്നും നമുക്ക് കാണേണ്ടിയും വരില്ല. നമുക്ക് നല്ല സിനിമകൾ മാർവലിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയും. കൂടുതലും സ്പൈഡർമാൻ്റെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് MCUവിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. സോ അങ്ങനെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അവരിത് ഈ ഡീൽ അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് റിന്യൂ ചെയ്യാതിരിക്കുന്ന ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് തന്നെ. കാരണം അവർ പ്രത്യേകിച്ച് പുതിയൊരു ടൈം ലൈൻ ഒന്നും അവർ സത്യം പറഞ്ഞാൽ അനൗൺസും ചെയ്തിട്ടില്ല. സോ നമുക്ക് ശുഭാപ്തി പ്രതീക്ഷ നമുക്ക് കൊടുക്കാം, അങ്ങനെ അവർ ചെയ്യട്ടെ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇനി നമുക്ക് നേരെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ 4ന്റെ സിനിമയിലേക്കുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് നോക്കാം. യെസ്, ഫൈനലി ആ ഒരു സിനിമ കറന്റ് ആയത് വീണ്ടും ഓൺ ട്രാക്കിലേക്ക് വന്നേക്കോ തന്നെയാണ്. ആൻഡ് നമുക്ക് വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം അവർ സ്റ്റാർട്ട് ചെയ്യുന്നതൊരു സംഭവം തന്നെയാണ്. ആൻഡ് അത് കൂടാതെ തന്നെ നമുക്കൊരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു റിലീസ് ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജൂലൈ 2026 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഇനി ടൈം ലൈനിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അവഞ്ചേഴ്സ് ഡൂംസ് ഡേക്കും അത് കൂടാതെ തന്നെ അവഞ്ചേഴ്സ് സീക്രട്ട് വേഴ്സിൻ്റെയും ഇടയ്ക്കായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോണെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് സോണിയുടെയും മാർവലിൻ്റെയും ആ ഒരു ടൈം ലൈൻ വെച്ച് സാൻഡ്വിച്ച് ആയി പോകാതിരുന്നാൽ മതി. ഞാൻ അത്രയും പറയുള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽപ്പെട്ട് പാവം സ്പൈഡർമാൻ ചാകാതിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് പിന്നെ ഞാൻ പറയുന്നത് സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തത നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം മാർവൽ ഇപ്പോഴും പറയുന്ന ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് മതി, അതിനകത്ത് കിങ് പിൻ വരും, ഡെയർ ഡെവിൾ വരും എന്നുള്ള കാര്യങ്ങൾ തന്നെ. പക്ഷേ സോണി ഇപ്പോഴും അവരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അതായത് ടോബിയെ തിരിച്ചു കൊണ്ടുവരാൻ, ആൻഡ്രൂവിനെ തിരിച്ചു കൊണ്ടുവരാൻ, വീണ്ടും നോവേ ഹോം പോലത്തെ ഒരു മൾട്ടിവേഴ്സ് സിനിമ ആക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സോ ആ ഒരു സിനോപ്സിസ് അല്ലെങ്കിൽ സ്റ്റോറി എന്തായിരിക്കും, സ്ക്രിപ്റ്റ് എന്തായിരിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ എന്താണെങ്കിലും അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ 2026 നമുക്ക് സിനിമ റിലീസ് ആകും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കൊരു പ്രതീക്ഷ നമുക്ക് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോണി ആ ഒരു കോൺട്രാക്ട് ഒന്നും റിന്യൂ ചെയ്യാതെ നേരെ മാർവലിന് കൊടുത്താൽ നമുക്ക് വീണ്ടും നമുക്ക് സന്തോഷിക്കാം. നല്ല കുറേ കണ്ടന്റ് സ്പൈഡർമാൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കും എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇതെല്ലാം തന്നെയാണ് ഈ ആഴ്ചയിലുള്ള നമ്മുടെ ഹീറോ വേഴ്സിലെ ന്യൂസും അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ. നമ്മുടെ കുറച്ചും കൂടി മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഹോളിവുഡിൻ്റെ ന്യൂസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ഈ ആഴ്ച ചെയ്തിട്ടുള്ള സിനിവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന തന്നെയാണ്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊന്ന് പരിഗണിക്കാവുന്ന തന്നെയാണ്. നിങ്ങൾക്കൊരു സെക്കൻഡ് പോലും വേണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് നമ്മുടെ ചാനലിനെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.